ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്നലെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം പോയി എന്നതിനാൽ ഒരു 10 മണിക്ക് മുൻപ് വീഡിയോ റിലീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാനോ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പുറത്തുവിടുന്ന പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഒരു ഉപകാരപ്പെടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേനും ഒരുപാട് ലേറ്റായി. അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നത്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് 2024 ജൂലൈ 25 വ്യാഴാഴ്ച നിഫ്റ്റിയുടെയും സ്റ്റോക്കിൻ്റെ ഒക്കെ എക്സ്പയറി ദിവസമാണ്, മന്ത്ലി എക്സ്പയറിയാണ്. ദെൻ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ന്യൂസിൻ്റെ പുറകെയാണ് ഓടുന്നത്. സോ വളരെ ശ്രദ്ധിച്ച് ഇൻട്രാഡേ ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഇറങ്ങണം. നെസ്ദാക്ക് ഇന്ന് 2.4% ഫോൾ ഉണ്ടായിട്ടുണ്ട്. S&P 500 1.6% ഒക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ IT സ്റ്റോക്കുകൾ നല്ല രീതിയിൽ താഴെ വരും. ഓക്കെ, ഇനി മറ്റൊരു സംഭവമുള്ളതെന്ന് പറഞ്ഞാൽ നോർമലി US മാർക്കറ്റ് ഹെവി നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ടാണ് വരിക. പിന്നീട് നമ്മുടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേപോലെ പോകും. ഇപ്പോൾ ഇന്നലെയൊക്കെ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. സോ ഒന്നുകിൽ ഗ്യാപ്പ് ഡൗണിൽ നിന്ന് ഫർദർ താഴോട്ട് പോകും. പക്ഷേ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. അതായത് US മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ വന്നിട്ട് ഹെവി ആയിട്ട് മുകളിലോട്ട് കയറിപ്പോൾ അതായത് റിക്കവറിയാണ് കാണിച്ചു തരാറുള്ളത്. സോ നിങ്ങൾ ഇന്ന് നോക്കിക്കോളൂ, ഒരു മുൻവിധിയൊന്നും വേണ്ട, പക്ഷേ ഇതൊന്നും മനസ്സിലുണ്ടായാൽ മതി. ഇതുവരെയും കണ്ടുവന്ന ഒരു രീതി വെച്ചിട്ട് US മാർക്കറ്റ് വലിയ ഡൗൺ ആയിട്ട് ക്ലോസ് ചെയ്താൽ അന്ന് ഇന്ത്യൻ മാർക്കറ്റ് താഴെ വലിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്തിട്ട് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ലെവലിലേക്ക് മാർക്കറ്റ് പൊങ്ങി വരും. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. സോ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി, അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ചിന്തിച്ച് പോരുത്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആ ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതിന് ഒരുപാട് എളുപ്പ വഴികളുണ്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇന്നത്തെ സ്റ്റോക്കുകൾ, ഇന്നലത്തെ ന്യൂസിലുണ്ടായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ L&T, ആക്സിസ് ബാങ്ക്, SBI ലൈഫ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, JSPL, ദെൻ RBL ബാങ്ക്, അതുകൂടാതെ കർണാടക ബാങ്ക്, രാമകൃഷ്ണ ഫോർജിങ്സ്, റെയിൽ വികാസ്, RVNL, ITC, ഡിഷ് TV, സൺഫാർമ, ഡോക്ടർ റെഡ്ഡി, ഇങ്ങനെയുള്ള കുറച്ച് നെസ്ലെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ചുവന്ന് തുടുത്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. US മാർക്കറ്റ് ക്ലിയർലി റെഡാണ്, യൂറോപ്യൻ മാർക്കറ്റ് റെഡാണ്. ഒറ്റ ഇൻഡെക്സും ഗ്രീനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. സോ ഈ ഒരു പ്രതിഭാസം നമ്മുടെ മാർക്കറ്റിനെയും ബാധിക്കും. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഇതേപോലെ റെഡിൽ തന്നെ ക്ലോസ് ചെയ്യും എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതുവരെയും കണ്ടിട്ടുള്ളത് ഗ്ലോബൽ ക്യൂസ് എങ്ങോട്ട് പോയാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക ഓപ്പണിങ്ങിൽ മാത്രമാണ്. ഓപ്പണിങ് ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് കിട്ടും. വേൾഡ് മാർക്കറ്റ് നല്ല ബെയറിഷ് ആണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടും. അതല്ലാതെ ക്ലോസിംഗ് ഒരിക്കലും ആ രീതിയിൽ വരും എന്ന് ചിന്തിച്ചു പോകരുത്. സോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു റിക്കവറി ഉണ്ടാകും എന്നാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. ഇന്നും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ അത് തെറ്റിപ്പോയാൽ ഞാനതിനനുസരിച്ച് ആ സ്പോട്ടിൽ എൻ്റെ തീരുമാനം മാറ്റും. സോ നിങ്ങളും അതേപോലെ ആ സമയത്ത് അനലൈസ് ചെയ്തിട്ട് തീരുമാനം എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്, ഇന്നലത്തെ ക്ലോസിംഗ് 24,251 ഇന്ന് ഓപ്പൺ ആയത് 24,283 അപ്പോൾ ഏകദേശം 32 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. ദെൻ അവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രൈറ്റ് ഫോള് വന്നിട്ടുണ്ട്. 114 പോയിന്റ് താഴേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. സോ 0.5% ഒരു ഫോളാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നത്. സോ നോക്കാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളത്. ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് ബിസിനസ് കോൺഫറൻസ്, തുർക്കി ബിസിനസ് കോൺഫിഡൻസ്, UK CPI ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ഓർഡേഴ്സ്, USA GDP പ്രൈസ് ഇൻഡെക്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, US GDP ഗ്രോത്ത് റേറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. ഓക്കെ, ഇത്രയും ഈവൻറ്റ്സുകളാണ് ഇന്ന് വരാനുള്ളത്. ഇത്രയല്ല, ഈവൻറ്റ്സ് കുറേയുണ്ട്. എനിക്ക് പ്രധാനം എന്ന് തോന്നിയത് ഞാൻ അതിൽ ഷെയർ ചെയ്തു എന്ന് മാത്രം. അതേപോലെ സ്റ്റോക്കുകളും ഇത് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഒരു കാലമാണ് നടക്കുന്നത്. സോ ഒരുപാട് സ്റ്റോക്കുകൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് കമ്പനികൾ.
അതിൽ നിന്ന് ഏതാനും കമ്പനികൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരുകൾ ഞാൻ കണ്ടപ്പോൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ടെക് മഹീന്ദ്ര, ജ്യോതി ലാബ്സ്, യുണൈറ്റഡ് ബ്രീവറീസ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, തങ്കമയിൽ ജ്വല്ലറി, നെസ്ലെ ഇന്ത്യ, എംഫസിസ്, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, ദ റാംകോ സിമെന്റ്സ്, മഹാനഗർ ഗ്യാസ്, ലോറസ് ലാബ്സ്, കാനറ ബാങ്ക്, അശോക് ലൈലാൻഡ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ഇന്ന് റിയൽ ആയിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ ലിസ്റ്റുകൾ ഓൺലൈനിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, അതൊന്ന് നോക്കുക. അതേപോലെ ഐഡിയയും ഇന്ത്യ സിമെൻറ്റും ആണ് ഇന്ന് FNO ബാനിൽ വന്നിട്ടുള്ളത്. സോ ആ 2 സ്റ്റോക്കുകൾ കാരണം എക്സ്പയറി ആയി ഇനി കൂടുതൽ ഇതുണ്ടാവില്ല. അടുത്ത ദിവസം എക്സ്പയറിയുടെ നെക്സ്റ്റ് ഡേ ഒറ്റ സ്റ്റോക്കുകളും ഇതിലുണ്ടാവില്ല, FNO ബാനിലുണ്ടാവില്ല. ഓക്കെ, ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5130 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3137 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയത്. മൊത്തത്തിൽ 1993 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ നടന്നതായിട്ട് ആണ് കാണുന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,002 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3682 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 20,685 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഈ മാസത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,445 ഓപ്പണായിട്ട് 31 പോയിൻ്റ് നഷ്ടത്തിൽ 24,414 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 174 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 421 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഒരു ഹൈ മൂവ്മെൻറ്റ്, ഹെവി മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. എന്തായാലും ഹെവി മൂവ്മെൻറ്റ് നാരോ CPRൻ്റെ ഒക്കെ എഫക്റ്റ് നഷ്ടപ്പെടുന്നത് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലാണ്. പക്ഷേ ഇന്നൊരു പ്രതീക്ഷ നൽകുന്നത് നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു ഫർദർ ഫോളിനേക്കാൾ കൂടുതൽ ഒരു റിക്കവറിക്കായിരിക്കും സാധ്യത എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 11.76 പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടേത് 0.76 ആണ്. സ്ട്രൈറ്റ് നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,500 1 കോടി 3 ലക്ഷം. അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,000 1 കോടി 36 ലക്ഷം ഉണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഒരു റിക്കവറി തരുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. ലൈവ് മാർക്കറ്റിലെ ഇത് ഇപ്പോൾ പ്രതീക്ഷകളും ഊഹങ്ങളും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഫീഡ് ചെയ്യുന്നില്ല. അതിനേക്കാൾ നല്ലത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ നോക്കുക, എന്നിട്ട് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ഉറപ്പിക്കുക. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 340 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. ഫിൻ നിഫ്റ്റിയിൽ 59 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായത്. സെൻസെക്സിൽ 194 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ്. മിഡ് ക്യാപ്പിൽ 103 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനാണ് ഇന്നലെ കിട്ടിയത്. മിഡ് ക്യാപ്പ് എപ്പോഴും നോർമൽ മാർക്കറ്റിന് എഗെയിൻസ്റ്റ് പോകുന്നൊരു രീതി കാണാറുണ്ട്. അതിൻ്റേതായ ഒരു സ്ട്രൈറ്റ് പാത്ത് എടുത്തിട്ട് പോകുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നിഫ്റ്റിയൊക്കെ താഴോട്ട് പോയാലും മിഡ് ക്യാപ്പ് കയറി വരുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് അപൂർവം. അതേപോലെ നിഫ്റ്റി ഇറങ്ങുമ്പോഴും ഗോൾഡ് കയറുന്നത് ഒരു സംഭവവും കാണാറുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തേക്കുള്ളത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്ന് നിഫ്റ്റി 50 സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ നേരത്തെ വായിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നാരോ CPR ആണ്. അപ്പോൾ നോ ട്രേഡ് സോണിൻ്റെ താഴെയാണ് നാരോ CPR വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു താഴെ ഓപ്പണായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി വരുന്ന രീതിയിലാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. റാസ് ലെവൽസ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ എക്സ്പെക്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. അതുപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും പറയുന്നത്. അതായത് ഇന്നലത്തേതിനേക്കാൾ വലിയ മൂവ്മെൻറ്റ് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓപ്പണിംഗ് ഞാൻ പറഞ്ഞു താഴെ ഓപ്പണായിട്ട്, അതായത് നമ്മുടെ ഈ റാസ് ലെവൽസിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അവിടെ നിന്ന് ഫർദർ മുകളിലോട്ടായിരിക്കും റാലി വരിക എന്നാണ് റാസ് ലെവൽസ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം. അതേപോലെ ഇതിനകത്ത് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്നത്തെ എക്സ്പെക്റ്റഡ് ലോ എന്ന് പറഞ്ഞ ഈ ഒരു സോണുണ്ട്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 24,253
228ൻ്റെയും ഇടയിലുള്ള ഒരു 25 പോയിൻറ്റിൻ്റെ ഒരു സോണുണ്ട് ഇവിടെ. ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് പൊട്ടിപ്പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 24,139 വരെ ഇറങ്ങി വരും. ഇനി മറ്റൊരു സംഭവം യെസ്റ്റർഡേ ലോയിൽ വന്നിട്ട് ഇതൊരു നാരോ റേഞ്ചാണ്. ഇവിടെ മാർക്കറ്റിന് നല്ല കടുകട്ടിയായിരിക്കും. അത് സപ്പോർട്ടായാലും റെസിസ്റ്റൻസ് ആയാലും ഇവിടെ നല്ല കടുകട്ടി 24,316, 307 എന്ന 9 പോയിൻറ്റിൻ്റെ ഒരു നാരോ റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്പണിങ് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഓപ്പൺ ആയാൽ ഇതിൻ്റെ മുകളിലോട്ട് കയറാറില്ല. ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നത്, ഇതിൻ്റെ താഴോട്ടും പോകാറില്ല. നോട്ടറേറ്റ് സോണായിട്ട് നമുക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല. ചെറിയൊരു സോണാണ് വന്നിട്ടുള്ളത്. അതായത് 24,441 മുതൽ 24,405 വരെയുള്ള ഒരു 36 പോയിൻറ്റിൻ്റെ ഒരു സോണാണ് നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത്. അത് ഓക്കെയാണ്. അതിനകത്ത് എൻട്രി എടുക്കേണ്ട എന്നേ ഉള്ളൂ. ബ്രേക്ക് ഔട്ട് വരുമ്പോൾ അവിടെ എടുക്കാം. പിന്നെ ഒരു റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് യെസ്റ്റർഡേ ഹൈയിലാണ്. യെസ്റ്റർഡേ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,504 എന്ന 519 എന്ന ഒരു 15 പോയിൻറ്റിൻ്റെ ഒരു സോണിൽ ഒരല്പം കടുകട്ടി റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുണ്ട്. പിന്നീട് അത് കയറിപ്പോയി കഴിഞ്ഞാൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ എന്ന് പറഞ്ഞാൽ 24,607ൻ്റെയും 574ൻ്റെയും ഇടയിലുള്ള ഒരു 33 പോയിൻറ്റ്. ആ 33 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ വെച്ച് മാർക്കറ്റിൽ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല ഇവിടെ റിജക്ഷൻ ഉണ്ടായില്ലെങ്കിൽ മാക്സിമം 24,696 വരെയും മാർക്കറ്റ് കയറിപ്പോയേക്കാം. പക്ഷേ ഞാൻ അത്രയും പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു താഴെ എവിടെയെങ്കിലും ഓപ്പണായിട്ട് മാർക്കറ്റ് ഒരു റിക്കവറി ആയിരിക്കും ഉണ്ടാവുക എന്നാണ്. ഇനി ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റാനും സാധ്യതയുണ്ട് കേട്ടോ. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നേരെ താഴോട്ട് പോകും, അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ താഴോട്ട് പോകും. അതൊക്കെ സംഭവിച്ചേക്കാം. അത് ലൈവ് മാർക്കറ്റിൽ നോക്കുക. ടെക്നിക്കൽസിൻ്റെ എൻ്റേതായ കുറേ ആശയങ്ങൾ തിരികെ കയറ്റി പറയുമ്പോഴാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങൾ വരാൻ സാധ്യതയുള്ളത്. പലപ്പോഴും അത് കറക്റ്റ് ആവാറുണ്ട്. എന്ന് വെച്ച് പൂർണ്ണമായിട്ടും ഒരു പ്രവചനമാണ്, അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ അതുപോലെ സംഭവിക്കും എന്നും കരുതിയിട്ടൊന്നും പോകരുത്. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇൻ കേസ് ഇതേപോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫൈൻ, അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അറിയിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.